എല്ലാവർക്കും നമസ്കാരം. ഇന്നലത്തെ എപ്പിസോഡ് സാധനം വേറെ ലെവലായിരുന്നെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ജിൻഡോ ഈ സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയുന്ന സാധനം ജിൻഡോ ഇന്നലെ അടിച്ച് സ്വന്തമായിട്ട് കണ്ണാടിക്ക് മുന്നിൽ നോക്കി നിന്ന് പറഞ്ഞ സാധനം, എൻ്റെ മോനെ ഐ ആം ഇൻസ്പയർഡ് എന്ന് തന്നെ ഞാൻ പറയും. കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ആ ജിൻഡോ ഓടിച്ച് പറഞ്ഞ ഒരു 5 മിനിറ്റിനകത്ത് പറഞ്ഞ സംഭാഷണത്തിൽ മൊത്തം ജിൻഡോ എന്താണെന്നുണ്ട് അവിടെ. അത് ആ ഹൗസിൻ്റെ അകത്ത് വന്നിട്ട് എല്ലാവരും മണ്ടൻ, നുണയൻ, കള്ളൻ എന്നൊക്കെ പറയുന്ന ടാഗ് ലൈൻ കൊടുത്തത് ഉൾപ്പെടെ ജിൻഡോ ഓടിച്ച് പറഞ്ഞു പോകുന്നു. പിന്നെ അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ട്രിഗറായതും എന്നെ ആ ഒരു സാധനത്തിൽ ഇഷ്ടപ്പെടിപ്പിച്ചത്, അതായത് ജിൻഡോയുടെ ടോക്കിൽ എനിക്കിഷ്ടമായതും, ജിൻഡോ അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. വന്ന വഴി മറക്കാത്തൊരു വ്യക്തിയായിട്ട് എനിക്ക് പേഴ്സണലി പക്കയായിട്ട് ഫീൽ ചെയ്തു. കാരണം ജിൻഡോ അതിൽ പറയുന്നതെന്ന് വെച്ചാൽ താഴ്മയോട്, എളിമയോട്. അത് ചിലപ്പോൾ സ്ട്രാറ്റജി ആവാം, എന്തുമാവാം. പക്ഷെ ഞാനെന്ന അഹംഭാവം, ഞാനെന്ന അഹങ്കാരം ഇല്ലാതെ സംസാരിക്കുന്ന ഒരൊറ്റ വ്യക്തിയാണ് ഞാൻ ആ ബിഗ് ബോസ് ഹൗസിൽ കണ്ടത്. അത് ജിൻഡോയാണ്. ഒരു വ്യക്തി, ഇതിനപ്പുറം വേറെ വ്യക്തികൾ അവിടെ ഇല്ല. ഇതുപോലെ ഞാനെന്ന അഹങ്കാരം, ഞാനെന്ന ഭാവം ഇല്ലാണ്ട് സംസാരിക്കുന്ന വേറെ ഒരു വ്യക്തി പോലും അവിടെ ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. ഓപ്പൺ ചലഞ്ച് ചെയ്യാൻ പറയുക. കാരണം ആ ജിൻഡോ ഇന്നലെ പറയുന്ന ഒരു വാക്കായിരുന്നു, എനിക്ക് നേരെ സംസാരിക്കാൻ അറിഞ്ഞുകൂടാത്ത ഒരു രീതിയാണ്, പക്ഷെ ഞാൻ ആകും. കാരണം തനിക്കുള്ള കുറവുകളും തനിക്കുള്ള കാര്യങ്ങളും താൻ വന്ന വഴിയും എല്ലാം ജിൻഡോ ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് ഓരോന്നും പറയുമ്പോഴും സത്യം പറഞ്ഞാൽ എനിക്ക് രോമാഞ്ചിഫിക്കേഷൻ ഫീലായിരുന്നു കേട്ടോ. ഇന്നലത്തെ എപ്പിസോഡിൽ ജിൻഡോ ആ വാക്കുകൾ പറഞ്ഞ സമയത്ത് ഞാനിങ്ങനെ ചത്തിരുന്നെന്നൊക്കെ നമ്മൾ പറയത്തില്ല, ആ ലെവലിൽ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു ജിൻഡോ പറയുന്നതൊക്കെ. കാരണം കണ്ണാടിക്ക് മുന്നിൽ നോക്കിയിട്ട്, സ്വന്തം മുഖത്ത് നോക്കിയിട്ട്, നീ വന്ന വഴി മറക്കരുത്, നീ വേറെ ലെവലാണ്, നീ എല്ലാം നേടും എന്നുള്ളൊരു ആ സ്പിരിറ്റോടെ ജിൻഡോ പറയുന്ന വാക്കുകൾ, ആ മോനെ വേറെ ലെവൽ. അപ്പോൾ ഇത് ഫസ്റ്റ് എനിക്ക് ഇത്രയും പറയണമെന്നുണ്ടായിരുന്നു. കാരണം ബിഗ് ബോസ് അങ്ങനെ ഒരു അവസരം കൊടുത്തപ്പോൾ ജിൻഡോയെ മാത്രമാണ് ഇന്നലെ എപ്പിസോഡിൽ കാണിച്ചത്. ഓക്കെ, എനിക്കത് ഫസ്റ്റ് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ ബാക്കി എപ്പിസോഡ് റിവ്യൂലോട്ട് വരാം. ഇന്നലെ തന്നെ നോറോ മറ്റേ സീക്രട്ട് റൂമിൽ പോയി ഹെഡ്സെറ്റൊക്കെ വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അകത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ നോറ കാണുന്നുണ്ടായിരുന്നു. അന്ന് തന്നെ ആ സ്പോട്ടിൽ തന്നെ നോറ തിരിച്ച് കയറ്റി വിട്ടു. യക്ഷിയുടെ പാട്ടൊക്കെ ഇട്ട്, പുതുമഴയായി മറ്റേ പാട്ടൊക്കെ ഇട്ട് നോറയെ തിരിച്ച് കയറ്റി വിട്ട്. ഈ കയറ്റി വിടുന്ന സമയത്ത് എപ്പിസോഡിൽ കണ്ടതാണ്, പാട്ടിട്ട സമയത്ത് അയ്യോ പേടിച്ച് ചാടി അർജുൻ്റെ മേലെ കൂടി ഒരാളവിടെ വീഴുന്ന കണ്ടായിരുന്നു. വേറെ ആരുമില്ല, മുല്ലപ്പൂ തന്നെ ചാടി അങ്ങ് വീഴുന്നുണ്ടായിരുന്നു. ചാടി വീഴുന്ന മുല്ലപ്പൂവിനെ തടഞ്ഞു നിർത്തിയിട്ട് ഇപ്പുറത്ത് ശ്രീതു. ഞാൻ അപ്പം തന്നെ എല്ലാം കണക്റ്റായി. കൊള്ളാം, മുല്ലപ്പൂ ഒന്ന് ചാടി വീഴുന്ന ഗോളടിക്കാൻ നോക്കി, ശ്രീതു അവിടെ കയറി തടഞ്ഞു. അത് ഞാൻ കണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് നേരെ അടുത്ത് വരാൻ നോറ തിരിച്ചു വന്ന് മുല്ലപ്പൂവിനെ അത്ര പിടിച്ചിട്ടില്ല. മുല്ലപ്പൂവിൻ്റെ സംസാരത്തിലും ടോക്കിലും ഒക്കെ ഉണ്ടായിരുന്നു. ആ സാധനം ഫീൽ ആവുന്നുണ്ടായിരുന്നു. പിന്നെ നോറ മറ്റേ ഹെഡ്സെറ്റ് വെച്ച് സീക്രട്ട് റൂമിൽ ഇരുന്ന സമയത്തും ഈ പറയുന്ന മുല്ലപ്പൂ ഈ ഒരു അവള് പോയ രീതിയിൽ ആ ഒരു സാധനം, അതിപ്പോൾ ഞാൻ കുറ്റം പറയത്തില്ല. കാരണം ഓരോരുത്തർ ഔട്ടാവുന്നതായിരിക്കും എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വോട്ടവർ അതങ്ങനെ നിന്ന് പോട്ടെ. അടുത്ത് ഈ പറയുന്ന പോലെ സംഭവങ്ങൾ വേറെ കാര്യങ്ങളൊന്നുമില്ല അധികം എടുത്ത് പറയാൻ. പിന്നെ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്, മറ്റേ ഉരുട്ട് സാധനം ബോളൊക്കെ ഇട്ട് ഉരുട്ട് പോകണം. അതിൽ ഋഷിയും നമ്മുടെ അഭിഷേകവുമാണ് അതിൽ മാങ്ങ ഫുള്ള് കിട്ടിയത്. അവരാണ് അതിൽ ഗോൾ അടിച്ചത്, അവരാണ് ജയിച്ചത്, വിൻ ചെയ്തത്. ഓക്കെ, വോട്ടവർ, അത് പോട്ടെ. അതിന് ശേഷവും അതിന് മുന്നോമാണ് ജിൻഡോ ആൻഡ് ജാസ്മിൻ ഒരു സംസാരമുണ്ടായിരുന്നു. ഞാൻ അതിന് ഇന്നലെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് തന്നെ സെപ്പറേറ്റ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അഹങ്കാരവും അഹംഭാവവും കൈയും കാലും വെച്ച സാധനമായിട്ടാണ് എനിക്ക് ഈ മുല്ലപ്പൂവിനവിടെ കാണാൻ സാധിച്ചത്. സീരിയസ്ലി പറയാമല്ലോ, ഒരാൾ നിൻ്റെ ഒരു കുറ്റം, അല്ലെങ്കിൽ ഒരാൾ എന്നെ നോക്കിയിട്ട് പറയും എന്താ നീ ചെയ്യുന്നത് ശരിയല്ല, അല്ലെങ്കിൽ അത് അങ്ങനല്ല, അത് നിനക്ക് നെഗറ്റീവായിട്ട് വരും, അല്ലെങ്കിൽ അത് മോശമാണ് എന്നുള്ള രീതിയിൽ ഒരാൾ എന്നെ ചൂണ്ടിക്കാണിച്ച് പറയുമ്പോൾ ഞാൻ ആദ്യമേ അവൻ്റെ നെഞ്ചത്തേറി പൊങ്കാലയിടാതെ അവൻ പറഞ്ഞ കാര്യങ്ങളിൽ കാര്യമുണ്ടോ എന്ന് നോക്കും. മനസ്സിലായ? അതാണ് ഞാൻ നോക്കുന്നത്. അല്ലാണ്ട് ആദ്യമേ അവൻ്റെ നെഞ്ചത്തേറി പൊങ്കാലയിടാൻ നിൽക്കത്തില്ല. പക്ഷേ ഈ ജാസ്മിൻ എന്ന് പറയുന്ന ഇവൾക്ക് ജിൻഡോ എന്ന് പറയുന്ന ആളിനോട് ഉണ്ടാവും എന്നല്ല, ഉണ്ട്. ഒരു ഫ്രണ്ടായിട്ടും ഫ്രണ്ടാണ് ജിൻഡോ എന്ന്, ജിൻഡോയുടെ ഫ്രണ്ടാണെന്ന് ജാസ്മിൻ എന്ന് ജിൻഡോ പറയുമ്പോൾ ഇവൾ പറയും എൻ്റെ ഫ്രണ്ടൊന്നും അല്ല. ഇവളാരാ ഭൂലോക രംഭയാ? ഇവളാരെന്നാണ് ഇവളുടെ വിചാരം? ഒരു വ്യക്തിയൊക്കെ അപമാനിക്കുന്നതിൽ ഒരു പരിധി ഉണ്ട് കേട്ടോ. ജിൻഡോയ്ക്ക് തിരിച്ചു പറയാൻ അറിഞ്ഞൂടാത്തതുകൊണ്ടാണ് ഇവൾ ഇത്രയും സേഫായിട്ട് നിന്ന് കളിക്കുന്നത്. അല്ലെങ്കിൽ ഇവളൊക്കെ ഇതിനു മുമ്പേ നാളെ കയറി പോയേനെ.
ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ റോക്കിയും സിബിനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ അടിച്ച് കിട്ടുന്ന മറുപടി അവന്മാർ കൊടുത്ത് വിടുമായിരുന്നു. ജിൻഡോയ്ക്ക് അമ്മമാർ സംസാരിക്കാൻ അറിയത്തില്ല. പിന്നെ ഇത്രയും വലിയ സംസാരം ഉണ്ടാണ്, ഇത്രയും മോശമായ രീതിയിൽ ജിൻഡോ ഒരു കാര്യം നല്ല കാര്യം പറഞ്ഞു കൊടുത്തപ്പോൾ അതിനെ മോശമായ രീതിയിൽ വളച്ചൊടിച്ച് അവൻ്റെ നെഞ്ചത്തേറിന്ന് പൊങ്കാല ഇവൾ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ കുറേ എണ്ണം ഉണ്ട് അവിടെ. എല്ലാം വെട്ടിയിട്ട വാഴകൾ പോലെ കിടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നോയിക്കൊണ്ട് കിടക്കുക. എന്തുവാടാ ഇതൊക്കെ? ഒരു കാര്യമില്ലാത്ത ഒരു കാര്യത്തിന് ഒരുത്തൻ്റെ നെഞ്ചത്ത് കയറി പൊങ്കാല ഇടുമ്പോൾ എല്ലാം കൂടി അവിടെ സൈഡിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക. പ്രതികരിക്കാനും വായില്ല, ഒന്നിനും വയ്യ. എന്തിനാടാ ഇതൊക്കെ ഇരിക്കണമെന്ന് എനിക്ക് അപ്പോഴും തോന്നിപ്പോയി. സത്യം, സീരിയസ്ലി ഞാനാണെങ്കിൽ വിടത്തില്ല കേട്ടോ. ചുമ്മാ കാരണം ഒരു കാര്യമില്ലാത്ത കാര്യത്തിനാണ് ഇന്നലെ മുല്ലപ്പൂ ഈ ജിൻഡോയുടെ മെക്കിട്ട് കയറിയത്. അത് കണ്ടിട്ട് എല്ലാം വെട്ടിയിട്ട വാഴകൾ പോലെ അവിടെ കിടക്കുന്നു, ഓരോന്നിൻ്റെ പുറത്ത് ചുരുണ്ട് കൂടി കിടക്കുന്നു. അട്ട അടക്കണമല്ലോ, അട്ടയെ പിടിച്ച് മെത്തേ കിടക്കൂല എന്ന് പറയും. പക്ഷേ ഈ അട്ടകളെല്ലാം കൂടി കയറി കിടക്കണം. ആ ഒരു അവസ്ഥയാണ് എനിക്ക് അവിടെ കാണാൻ സാധിച്ചത്. ഇവളെന്നിട്ട് നുണയൻ കള്ളൻ എന്നൊക്കെ ഇരുന്ന് പറയുന്നുണ്ടല്ലോ. ഈ പറയുന്ന ഇവൾക്ക് എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടോ? എന്തെങ്കിലും ക്വാളിറ്റി, ഒരു ക്വാളിറ്റി ചൂണ്ടിക്കാണിക്കാനായിട്ട് ഇവൾക്കുണ്ടോ? കോപ്പുണ്ട്, കോപ്പ്, മനസ്സിലായോ? ഒരു ക്വാളിറ്റി പോലും ഇല്ലാത്ത ഇവളൊക്കെയാണ് ജിൻഡോയെ കുറ്റം പറയാൻ ഇറങ്ങിയിരിക്കുന്നത്. ജിൻഡോ ഇന്നലെ സെൽഫ് മോട്ടിവേഷൻ സമയത്ത് ഞാൻ സ്വന്തമായിട്ട് പറയും, ഞാൻ കള്ളം പറയും, ചെറിയ നുണകളൊക്കെ പറയും, അന്തസ്സായിട്ട് പറഞ്ഞടാ. എനിക്ക് ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ആ സെൽഫ് മോട്ടിവേഷൻ. ജിൻഡോ ഇന്നലെ പൊളിച്ചടിക്കുന്നേ ഞാൻ പറയത്തുള്ളൂ. ഈ ജാസ്മിൻ ഇവള് സത്യം, എന്താണ് ഇവളുടെ ഉദ്ദേശം എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഞാൻ എന്തൊക്കെ വല്ല സംഭവമാണ്, എന്തോ കോക്കനട്ടാണ്, ഞാൻ വിചാരിച്ച എന്തും നടക്കും, എൻ്റെ കൈക്കുള്ളിലാണ് ഈ പറയുന്ന ബിഗ് ബോസ് ഇരിക്കുന്ന എന്നുള്ള വിചാരം ഇവക്കുണ്ട്. ലാസ്റ്റ് ഈ പറയുന്ന പോലെ ബോസണ്ണ എടുത്ത് കപ്പ് കൊടുത്ത് വിടുമെങ്കിൽ അതിൽ നമുക്ക് ചിന്തിക്കാൻ വേറെ ഒന്നുമില്ല, മനസ്സിലായി? ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ഇതായിരിക്കത്തില്ല എന്തായാലും. അങ്ങനെ കപ്പെടുത്ത് കൊടുത്ത് വിടുകയാണെങ്കിൽ വോട്ടവർ. പക്ഷേ ഇവള് പറയുന്നുണ്ടല്ലോ, ഒരാളെ സ്നേഹിച്ച് കഴിഞ്ഞാൽ അറ്റം വരെ സ്നേഹിക്കുമെന്ന്. ഗബ്രിയുടെ കേസൊക്കെ വിളിച്ചു പറഞ്ഞു. ഇവർക്ക് നാണമല്ലേ വീണ്ടും അവൻ്റെ മറ്റേ പിടിച്ചുകൊണ്ടിരിക്കാൻ വീണ്ടും ഇത്രയായിട്ടും. ഇപ്പോൾ ഒരു സ്ട്രാറ്റജി വീണ്ടും അടിച്ച് വരെയാണ് അടുത്ത് കറങ്ങിത്തിരിഞ്ഞ് ഗബ്രി ഈ സാധനം, മനസ്സിലായോ? ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ്, വിശ്വസിക്കരുത്. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇനിയിപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ അവൻ കൂടും എടുത്ത് എന്തോ വരുമല്ലോ, ലാസ്റ്റ് കട്ടാകുമ്പോൾ ഈ പഴയ കണ്ടസ്റ്റൻ്റുള്ള എല്ലാവരും വന്ന് കയറും. അങ്ങനത്തെ എന്തോ പരിപാടിയൊക്കെ ഉണ്ട്, കഴിഞ്ഞ സീസണിലുണ്ടായിരുന്നു. ആ പരിപാടി ഉണ്ടെങ്കിൽ ഇപ്പോൾ വീണ്ടും കെട്ടിയെടുക്കും, അതിൽ വേറെ മാറ്റമൊന്നുമില്ല. അപ്പോഴുകളുടെ ഒരു പട്ടി ഷോയും ഒക്കെ കാണാം, നിങ്ങൾ നോക്കിയിരുന്നു, വേറെ ഒന്നുമില്ല. അവൾ നല്ല പട്ടി ഷോ കാണിക്കും, അത് നോക്കിയിരിക്കാനുള്ള കേസാണ്. അല്ല, ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പട്ടി ഷോയും കരച്ചിലും മിഴിച്ചിലും ഉമ്മയിപ്പം കെട്ടിപ്പിടുക്കും, വേറെ എന്തെങ്കിലുമൊക്കെ അവിടെ നടക്കും, പിടുക്കുകളൊക്കെ നടക്കും. അപ്പോൾ ഇത്രയാണ് സത്യം പറയാമല്ലോ. ഇന്നലെ ആ മുല്ലപ്പൂ ജിൻഡോരെ മെക്കിട്ട് കയറിയല്ലോ, ഒരു അർത്ഥവും ഇല്ല കേട്ടോ. അവിടെ കുറേ വാഴകൾ ഇരിക്കുകയാണ്, എന്തിനൊക്കെ ഇരിക്കണമെന്ന്. അവൻ ജിൻഡോ മാന്യമായിട്ടുള്ള ഒരു കാര്യമല്ല പറഞ്ഞു, അത് നിനക്ക് നെഗറ്റീവ് ആകും എന്നുള്ള രീതിയിൽ ജിൻഡോ അത് ബോധിപ്പിച്ചപ്പോൾ അവൾ നേരെ ജിൻഡോരെ മെക്കിട്ട് കയറുക. എന്തോന്നടാ ഇതൊക്കെ? ഇവളൊക്കെ എവിടെ നിന്നാ കുറ്റിയും പറിച്ചുകൊണ്ട് വരുന്നത്? വളർത്തു ദോഷമെന്നേ ഞാൻ പറയത്തുള്ളൂ, ഓപ്പണായിട്ട് പറയാം. വളർത്തു ദോഷം, പിള്ളേരെ എങ്ങനെയാണ് വളർത്തേണ്ടതെന്ന് അറിയത്തില്ല, അങ്ങനെ വളർത്തി വിട്ടതാ. അടിച്ചവനെ തിരിച്ചടിക്കാൻ പറഞ്ഞു വിട്ട ടീംസ് അല്ലേ, ഇങ്ങനെ വളരത്തുള്ളൂ. വായ്ത്താളോ അടിച്ചങ്ങ് നിൽക്കുകയാണ്, വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ടും വിളിച്ച് പറഞ്ഞു. എന്തോ വലിയ ഇവളുടെ സ്വയമേ ഞാൻ എന്തോ ആണ്, ഞാനെന്ന ഭാവമുണ്ട്. ഈ ഞാനെന്ന ഭാവമുള്ള ഒരു മനുഷ്യനും എൻ്റെ അറിവിൽ ഗുണം പിടിച്ചിട്ടുള്ളൊരു ചരിത്രമില്ല. പക്ഷെ ദുഷ്ട പന പോലെ വളർന്നു, അതുപോലെ വളർന്നു പോയിട്ട് ഒടിഞ്ഞങ്ങ് വീഴും, അപ്പോഴേ കിടന്ന് പഠിക്കും, മനസ്സിലായ? ഒരാൾക്കാരും ബഹുമാനമില്ല, വിലയുമില്ല, നിലയില്ല. ഇവളെന്തോ വലിയ സംഭവമാണെന്നുള്ള വിചാരം, ഈ വിചാരം കാരണമാണ് നീ നാറാണത്തായതിപ്പോൾ. ഇനി ഇതിൻ്റെ എക്സ്ട്രീം ലെവലിൽ നീ പുറത്തിറങ്ങുമ്പോൾ നാത്തം കൊട്ടും, നോക്കിക്കോ. ഒരു മനുഷ്യന് വേണ്ട സാധനങ്ങൾ ഒരു ക്വാളിറ്റി പോലും ഇല്ലാതെ ഇങ്ങനെ കിടന്ന് ഒരു ഷോയിൽ കിടന്ന് കാണിക്കുന്നതൊക്കെ കാണുമ്പോൾ സത്യം പറയല്ല, എൻ്റെ ഭാര്യയോ പെങ്ങളോ വല്ല കയറുന്നെങ്കിൽ തിരിച്ചു വരുമ്പോൾ വീട്ടിൽ കയറത്തില്ല, ആ വഴിക്ക് അങ്ങ് പോകുമായിരുന്നു, കൂടും എടുത്തോണ്ട്. പിന്നെ എൻ്റെ ഇങ്ങനെ ആരും വരത്തില്ല. എൻ്റെ പെങ്ങളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നടക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതൊക്കെ എവിടെ നിന്ന് അഴിച്ചു വിട്ടിരിക്കുന്ന കുറ്റിയും പറിച്ചുകൊണ്ട് ഇറങ്ങിയ സാധനങ്ങൾ. അതാണ് ഈ പോക്കൃത്തനം പരിപാടികളൊക്കെ കാണിച്ചു കൂട്ടുന്നത്. എന്തായാലും കൊള്ളാം, നല്ല പോലെ വളർത്തി വച്ചിട്ടുണ്ട്, വളർന്ന് വന്നിട്ടുമുണ്ട്. അതിൻ്റെ ലെവലേശം ക്വാളിറ്റികളാണ് അവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. നല്ല ക്വാളിറ്റി. കഷ്ടം, ഇതൊക്കെ എവിടെ നിന്ന് കുറ്റിയും പറിച്ചുകൊണ്ട് വരുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ജിൻഡോ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞ് അവളെ മനസ്സിലാക്കാൻ പോയപ്പോൾ അവളെ മാറ്റാൻ അടുത്ത പേരുടെ ഡയലോഗായിട്ട് ഇറങ്ങിയിരിക്കും. നാണമില്ലേ? ഒരാളൊരു കാര്യം പറഞ്ഞാൽ അതുപോലെ മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്ത ഇവളൊക്കെയാണ് വലിയ ഇൻഫ്ലുവൻസർ. കട്ടം.